വിജയിക്കുന്ന വിശ്വാസികൾ ഖുശൂവോടുകൂടി നമസ്കരിക്കും, ഖുശൂ ഇല്ലാത്തവർ വിജയിക്കുന്ന വിശ്വാസികളല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂഉള്ള, ഭക്തിയുള്ള, ഓർമ്മയുള്ള, തഖ്വയുള്ള ആളുകളായി മാറണം. അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. 10-ലധികം കാര്യങ്ങൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ആ 3 ഉപദേശങ്ങളിലെ ഒന്നാമത്തെ കാര്യം. നീ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധത്തോടെ നിർവഹിക്കണം എന്നാണ്. എപ്പോഴും നാം ചിന്തിക്കേണ്ടത് അതാണ്. ഒരു പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നിസ്കാരത്തിന് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിക്കുന്ന അവസാനത്തെ നമസ്കാരമാകാം ഇത് എന്ന ബോധമുണ്ടാവുക എന്നതാണ് നമസ്കാരത്തിൽ ഖുശൂ നിലനിർത്താനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമായി ഖുശൂ നിലനിർത്താൻ പണ്ഡിതന്മാർ പറഞ്ഞത് മുൻകൂട്ടി ഒരുങ്ങുക എന്നതാണ്. ഏതെങ്കിലും ശുഗലിൽ നിന്ന് ഓടി വന്ന് നിസ്കരിക്കാതെ അതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ശുഗലുകളൊക്കെ അവസാനിപ്പിക്കുക. അതിനാണത്ര യഥാർത്ഥത്തിൽ റവാത്തിബ് സുന്നത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഫർള് നമസ്കാരത്തിന് മുമ്പ് ഒരു ഒരുക്കം, ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് അവൻ നേരത്തെ തന്നെ ഒന്നൊരുങ്ങി വുളുവെടുത്ത് തഹിയ്യത്തൊക്കെ നമസ്കരിച്ച് റവാത്തിബൊക്കെ നമസ്കരിച്ച് ഫർള് നമസ്കാരത്തെ കാത്തു നിൽക്കുമ്പോൾ അവൻ്റെ ഫർളിനെ വലിയ കുറവുകളില്ലാതെ നിർവഹിക്കാൻ അവന് സാധിക്കും. അപ്പോൾ മുന്നൊരുക്കം, നേരത്തെ തന്നെ ഒരുങ്ങുക, തയ്യാറാവുക. ശുഗലിനിടയിൽ, കടയിൽ കച്ചവടം നടത്തുന്നതിനിടയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൽ നിന്ന് ഇടയിൽ നിന്ന് വന്ന് നമസ്കരിക്കാതെ കുറച്ച് നേരത്തെ ഒരുങ്ങുക എന്നത് ഖുശൂ നിലനിർത്താനുള്ള രണ്ടാമത്തെ കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മൂന്നാമതായി മലമൂത്ര വിസർജനത്തിന് തോന്നുന്ന സമയത്ത് അത് നിർവഹിച്ച് ശുദ്ധിയായി കൃത്യമായി മനസ്സിന് റാഹത്തായിട്ട് മാത്രം നമസ്കരിക്കുക എന്നതാണ്. മൂത്രമൊഴിക്കാൻ തോന്നുന്ന സമയത്ത്, വിസർജിക്കാൻ തോന്നുന്ന സമയത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൽ അവൻ്റെ ശ്രദ്ധ പോയിപ്പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നതാണ് മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്. നാലാമതായി പറഞ്ഞത് വിശപ്പ് കഠിനമായ സമയത്ത് ഭക്ഷണം ലഭിക്കുമെങ്കിൽ ഭക്ഷണം കഴിച്ച് ആശ്വാസമായിട്ട് നമസ്കരിച്ചാൽ മതി എന്നാണ്. വിശപ്പോട് കൂടി പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരത്തിൽ അവന് ശ്രദ്ധയുണ്ടാവുകയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ സ്വലാത്ത ബിഹദ്റത്തി ത്വആം വലാ ഹുവ യുദാഫിഉൽ അഖ്ബസാൻ. ഒന്നിനും രണ്ടിനും തോന്നുന്ന സമയത്ത്, അവന് മലമൂത്ര വിസർജനത്തിന് തോന്നുന്ന സമയത്ത്, ഭക്ഷണം തയ്യാറായ സമയത്ത് നിസ്കരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുശൂ നിലനിർത്താനുള്ള അഞ്ചാമത്തെ കാര്യം, നമസ്കരിക്കുന്നവൻ്റെ മുന്നിൽ അവൻ ആ വിരിക്കുന്ന വിരിപ്പോ അല്ലെങ്കിൽ മുസല്ലയോ അല്ലെങ്കിൽ ഇനി നാം നിർവഹിക്കുന്ന ഏത് സ്ഥലമാണെങ്കിലും അതിൻ്റെ മുന്നിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ വരകളും നമ്മുടെ കണ്ണിനെ ആകർഷിക്കുന്ന, നിസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളോ കളറുകളോ ഇല്ലാതിരിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. കാന കിറാമുലി ആയിഷത സത്രതു ബിഹി ജാനിബ ബൈതിഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ ഒരു സൈഡിൽ വലിയൊരു വിരിപ്പ് തൂക്കിയിട്ടിരുന്നു. അതിൽ കുറേ വരകളുണ്ടായിരുന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അമിതി അന്ന ഖിറാമകി ഹാദാ, നിന്റെ ഈ വിരിപ്പൊന്ന് മാറ്റി വെക്കാമോ? ഈ പുതപ്പൊന്ന് അവിടെ നിന്ന് ഒഴിവാക്കുമോ? ഈ കർട്ടൻ ഒന്ന് അഴിച്ചു വെക്കുമോ? ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅരിദു ഫീ സ്വലാത്തി. ഞാൻ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ, അതിലടയാളങ്ങൾ, അതിലെ രൂപങ്ങളും കോലങ്ങളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് അതൊന്ന് അഴിച്ചു വെക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ആയിഷ റളിയല്ലാഹു അൻഹ 1-2 തലയിണകൾ അതുകൊണ്ട് നിർമ്മിച്ചു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആറാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, മറ സ്വീകരിക്കുക എന്നതാണ്. നാം ഒരു മറ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് അവിടെയും ഇവിടെയും പോകാതെ ആ മറക്കുള്ളിലേക്ക് കണ്ണ് ഒതുങ്ങി നിൽക്കുകയും അങ്ങനെ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ മറ സ്വീകരിക്കലും ഒരു കാരണമാകും എന്നതാണ്. ഏഴാമത്തേത്, ചൊല്ലുന്ന ദിക്റുകളുടെയും ദുആകളുടെയും ഒക്കെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ചിന്തിച്ച് നാം ഓതുക, പറയുക, ചൊല്ലുക എന്നതാണ്. പലപ്പോഴും നമുക്കൊക്കെ വരാവുന്ന ഒരു അബദ്ധമാണ്. നാം അറിയുന്ന ദിക്റുകളാണ്, നമുക്ക് അർത്ഥം അറിയുന്ന ദിക്റുകളാണ് ചൊല്ലുന്നത്. പക്ഷേ മനസ്സിലേക്ക് അതിൻ്റെ ആശയം നാം കൊണ്ടുവരുന്നില്ല. നാം ഓട്ടോമാറ്റിക്കായി അങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിസ്കാരത്തിന് നിന്നാൽ തന്നെ വരുന്ന കുറേ ദിക്റുകളുണ്ട്, കുറേ ദുആകളുണ്ട്, കുറേ സൂറത്തുകളുണ്ട്. അത് ഓതിയും അത് പറഞ്ഞും അങ്ങനെ പോകുന്നു. മനസ്സിലേക്ക് അതിൻ്റെ ആശയം കൊണ്ടുവരാതിരുന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഖുശൂ നഷ്ടപ്പെട്ടു പോകും എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ചൊല്ലുന്ന ദിക്റുകൾ ഓർത്ത്, താൻ ഓതുന്ന ആയത്തുടെ ആശയം ഓർത്ത് നമസ്കാരത്തിൽ കരയാറുണ്ടായിരുന്നു എന്ന് പോലും
ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എട്ടാമത്തേത് വ്യത്യസ്ത ദിക്റുകൾ ചൊല്ലുക എന്നതാണ്. ഒരേ ദിക്റുകൾ ചൊല്ലാതെ, ഒരേ സൂറത്തുകൾ ഓതാതെ, വെവ്വേറെ ദിക്റുകൾ, വെവ്വേറെ സൂറത്തുകൾ. ഒരു സുജൂദിൽ തന്നെ, ഒരു നിസ്കാരത്തിൽ തന്നെ ഒരു സുജൂദിൽ ചൊല്ലുന്ന ദിക്റ് വേറെയാണെങ്കിൽ അടുത്ത സുജൂദിൽ വേറെ ദിക്റുകൾ ചൊല്ലുക. വ്യത്യസ്തമായി സ്ഥിരപ്പെട്ട വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകൾ മാറി മാറി ചൊല്ലുക. തൻവീഉൽ ഇബാദാത്ത്, വിവിധ എണ്ണം മാറി മാറി പിടിക്കുക എന്നത് ഖുശൂ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന എട്ടാമത്തെ കാര്യമാണ്. ഒൻപതാമത്തേത് അടങ്ങി ഒതുങ്ങി നിർവഹിക്കുക എന്നതാണ്. നിസ്കാരം എത്ര അർജൻറ്റായി സമയമില്ലാത്ത സമയത്ത് നാം നിർവഹിക്കുകയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ സമയം ലാഭിക്കാൻ സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതി അവസാനിപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ സുജൂദിലും റുക്കൂഇലും ചൊല്ലുന്ന ദിക്റുകൾ 3 എണ്ണം ചൊല്ലുന്നതിന് പകരം ഒന്നാക്കി ചുരുക്കാം. അതൊക്കെ അനുവദനീയമാണ്. അതല്ലാതെ നിസ്കാരത്തിൻ്റെ സ്പീഡ് കൂട്ടുകയല്ല. വേഗം സുജൂദ് ചെയ്ത്, വേഗം ഉയർന്ന്, വേഗം റുക്കൂഅ് ചെയ്ത്, വേഗം സമീഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയൊക്കെ പെട്ടെന്ന് അതിൻ്റെ അക്ഷരങ്ങൾ പോലും മാറിപ്പോകുന്ന വിധത്തിൽ ഓതിക്കൊണ്ടല്ല നമ്മുടെ നമസ്കാരം നാം വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരാൾ വരികയാണ്, നമസ്കരിക്കുന്നു. പ്രവാചകൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് സലാം പറയുന്നു. സലാം അടക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, നീ പോക്, എന്നിട്ട് നമസ്കരിക്ക്. നീ നിസ്കരിച്ചിട്ടില്ല, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. അദ്ദേഹം വീണ്ടും പോകുന്നു, നമസ്കരിക്കുന്നു, പ്രവാചകന്റെ മുന്നിൽ വരുന്നു. റസൂലുള്ള പറഞ്ഞു, ഇർജി ഫസല്ലി വഇന്നക ലം തുസല്ലി, നീ പോകൂ, നിസ്കരിക്കൂ, നിസ്കരിച്ചിട്ടില്ല നീ. 2-3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലേ, എനിക്ക് ഇതിലേറെ നല്ല രീതിയിൽ നിസ്കരിക്കാൻ അറിയില്ല. എന്താണ് എൻ്റെ നമസ്കാരത്തിന് കുഴപ്പം? പറഞ്ഞു തരൂ പ്രവാചകരെ. ഹദീസ് ലോകത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു ഹദീസുണ്ട്, ഹദീസുൽ മുസീഇ ഫി സ്വലാ, നിസ്കാരത്തിൽ തെറ്റിച്ചവൻ്റെ ഹദീസ് എന്നാണ് ഈ ഹദീസ് അറിയപ്പെട്ടത്. വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതെന്താണ്? തുമഇനീനത്ത് വേണം, അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്നതാണ്. നോക്കൂ, റസൂലുള്ള പറയുന്നത്, സുമ്മർക, പിന്നെ നീ റുക്കൂഇലേക്ക് പോകണം. ഹത്താ തത്മഇന്ന റാക്കിഅ, എന്നിട്ട് നിന്റെ റുക്കൂഇൽ അടങ്ങി ഒതുങ്ങി നീ കുറച്ച് സമയം നിൽക്കണം. സുമ്മർഫ, എന്നിട്ട് നീ റുക്കൂഇൽ നിന്ന് ഉയരണം. ഹത്താ തഅതദില ഖായിമ, ഉടൻ തന്നെ സുജൂദിലേക്ക് പോകാതെ അടങ്ങി ഒതുങ്ങി കുറേ സമയം ഇഅ്തിദാലിൽ നീ നിൽക്കണം. സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദിലേക്ക് പോകണം. ഹത്താ തത്മഇന്ന സാജിദ, അവിടെ അടങ്ങി ഒതുങ്ങി തുമഇനീനത്തോടുകൂടി നീ സുജൂദിൽ ഇരിക്കണം, കിടക്കണം. സുമ്മർഫ ഹത്താ തത്മഇന്ന ജാലിസ, പിന്നെ അടുത്ത സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് നീ ഇരിക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി തുമഇനീനത്തോടു കൂടി ഇരിക്കണം. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, വീണ്ടും നീ സുജൂദിലേക്ക് പോയി അടങ്ങി ഒതുങ്ങി പാർത്ത് സമയം ചെലവഴിക്കണം എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തുമഇനീനത്തിലെ നമ്മുടെ നമസ്കാരത്തിലെ ഖുശൂ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. സഹോദരങ്ങളെ, നിസ്കാരത്തിലെ കള്ളന്മാരാകാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്വഅൻ നാസി സരിഖതൻ അല്ലദി യസ്രിഖു സലാത്തു, നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ആളുകളാണ് ഏറ്റവും വലിയ കള്ളന്മാർ. നിസ്കാരം നിർവഹിക്കാത്ത കുറേ കള്ളന്മാരുണ്ട്. ഇവിടെ അവരെക്കുറിച്ചല്ല പറയുന്നത്, നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ചിലരുണ്ട്. ഫഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖുഹ, റസൂലേ, നിസ്കാരത്തിൽ നിന്ന് കളവ് നടത്തുകയോ നമസ്കാരത്തെ കട്ടെടുക്കുകയോ അതെങ്ങനെയാണ് പ്രവാചകരെ? റസൂലുള്ള പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, ലാ യുതിമ്മു, അവൻ കൃത്യമായി ചെയ്യുന്നില്ല, റുകൂഅഹ ഔ സുജൂദഹ, അവൻ്റെ റുകൂഅോ അവൻ്റെ സുജൂദോ പൂർണ്ണമായ രൂപത്തിൽ അവൻ ചെയ്യുന്നില്ല, അവൻ കള്ളനാണ്, അവൻ നമസ്കാരത്തിലെ കള്ളനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അത്തരക്കാർക്ക് നിസ്കാരം കൊണ്ട് ഗുണമില്ലെന്ന് മാത്രമല്ല, നാശവും നഷ്ടവും മാത്രമാണ്. ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അതായത് നമസ്കാരങ്ങളിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ, അശ്രദ്ധരായി നമസ്കരിക്കുന്നവർ, അവർക്ക് നമസ്കാരം കൊണ്ട് നാശമാണ്, നഷ്ടമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള 10ാമത്തെ കാര്യം, നമുക്ക് ഖുശൂ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. കാരണം നമ്മുടെ നമസ്കാരം ഖുശൂ നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാഹ മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹാ ഔ തുസ്ഉഹാ സുമുനുഹാ സുബ്ഉഹാ സുദുസുഹാ ഖുംസുഹാ റുബ്ഉഹാ സുലുസുഹാ നിസ്ഫുഹാ. റസൂലുള്ള പറയാണ്, ആളുകൾ ഇങ്ങനെ നമസ്കരിക്കാൻ നിൽക്കും, ചിലർക്ക് നിസ്കാരത്തിൻ്റെ 10-1 കൂലിയേ കിട്ടുള്ളൂ.
ചിലർക്ക് 9-1 കിട്ടും, ചിലർക്ക് 8-1 കിട്ടും, ചിലർക്ക് 7-1 കിട്ടും, ചിലർക്ക് 6-1, 5-1, 4-1, 3-1, ഒരു പകുതി വരെ കൂലി വാങ്ങുന്ന ആളുകളുണ്ടാകും. പൂർണ്ണമായ കൂലി വാങ്ങണമെങ്കിൽ പൂർണ്ണമായ ഖുശൂ വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നിർബന്ധ നമസ്കാരങ്ങളിൽ എത്ര ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ ചെറിയ ചെറിയ കുറവുകളൊക്കെ വന്നേക്കാം. അതിനെ പരിഹരിക്കാനാണ് ഐച്ഛികമായ നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം പോലെ, തഹിയ്യത്ത് പോലെ, റവാത്തിബ് പോലെ, നമ്മുടെ രാത്രി നമസ്കാരം പോലെയുള്ള സുന്നത്തുകളെ കൊണ്ട് ഫർളുകളിലെ ന്യൂനത പരിഹരിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.